നിങ്ങൾ രാഷ്ട്രീയം കാണിക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അത് ഒരു സ്ത്രീകൾ അമ്മമാര് നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അതിനെതിരെ ബി ജെ പി എന്തിനാണ് പറയുന്നത്? ബി ജെ പിക്കല്ലേ മഹിളാ മോർച്ചയുടെ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വെറുതെ വേറെ ജോലിയൊന്നുമില്ല. എന്തിനിട്ട് അറിയാൻ? മയക്കുമരുന്നുകാർക്കെതിരെ ചൂലെടുക്കും സഹോദര നാട്ടിലെ സ്ത്രീകൾ. അവിടെ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് MDMA വിൽക്കുകയാണ് കേരളത്തിലെ പോലീസിന്റെ സഹായത്തോടുകൂടി. അവിടെയൊന്നും ആരുമില്ല, ഒരു ഡിവൈഎഫ്ഐക്കാരനും ഇല്ല. ചൂലെടുക്കുന്നവരെ തടയാനേ ഉള്ളൂ. MDMA കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല, കേരളം മുഴുവൻ. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MDMA വിതരണം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ തന്നെ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എന്താണ് നിങ്ങളില്ല? MDMA രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള മയക്കുമരുന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിർലോഭം വിതരണം ചെയ്യുന്ന, ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലം കേരളമാണ്. അതിനെതിരെ ആൾക്കാർക്ക് പ്രതിഷേധമുണ്ട്. അതൊക്കെ സദാചാര പോലീസിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ വരരുത്. എന്ത് നിയമം അഴിച്ചു? ഏത് പോലീസ്? കേരളത്തിലെ പോലീസ് മയക്കുമരുന്ന് പിടിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇത്രയും നീചമായ ഒരു രാഷ്ട്രീയ വിരോധം കാണിക്കരുത്. കേരളത്തിലെ പോലീസ് ഒരു മയക്കുമരുന്നും പിടിക്കുന്നില്ല. ഇവിടെയെല്ലാം പിടിക്കുന്നത് കേന്ദ്ര പോലീസാണ്. ഒരു തീവ്രവാദവും പിടിക്കുന്നില്ല, ഒരു മയക്കുമരുന്നും പിടിക്കുന്നില്ല. നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് അവരെ സഹായിക്കുന്നത്? സദാചാരം. നിങ്ങൾ വേറെ വിഷയം പറയട്ടെ. അല്ലല്ല, ഇവിടെ വേറെയും പത്രക്കാരുണ്ട് സ്ഥലത്ത്. അനുമാനം കിനുമാനം ഇതൊന്നും പറയണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള സാധനം അവിടെ വെച്ചോളൂ. അത് അതിനെ പറ്റിയില്ല. എത്ര പാർലമെന്റ് ഇലക്ഷനിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം NDAക്ക് ഉണ്ടാവും. എല്ലാ മുന്നണികളും എത്ര സീറ്റ് കിട്ടുമെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടാണോ? നമ്മളെ നാടിനെ സംബന്ധിച്ച് എല്ലാ മുന്നണികളും അങ്ങനെയാണോ? കഴിഞ്ഞ വർഷം പിണറായി വിജയൻ 20 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞു. അയാൾക്ക് ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ. NDA ഇത്തവണ കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു മുന്നണിയായിരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ LDF UDF മത്സരമല്ല. ഇത്തവണ കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് കണ്ടന്ററിൽ ഒന്ന് NDA ആയിരിക്കും. സതീശൻ ഇവിടെ പറയുന്നില്ലെന്നാണ്. സതീശൻ അവിടെ ഒരു വിലയില്ലെന്ന്. സതീശൻ പിണറായി അല്ല, ഞാൻ പറഞ്ഞില്ലേ, സതീശൻ ഇവിടെ പറയുന്നു കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയെന്ന്. ഖർഗെ പോയിട്ട് സമരം ഉദ്ഘാടനം ചെയ്യാണ്. എന്നോടല്ല ചോദിക്കേണ്ടത്. എന്തിന് പ്രതിപക്ഷനെ അല്ലെന്ന് ഇതൊരു നാടകമാണെന്ന് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാടകം. LDF UDF നടത്തുന്നത് ഒരു പച്ചയായ പൊറാട്ടു നാടകമാണ്. അതല്ലേ കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവിടെ സതീശൻ എന്ന് പറഞ്ഞാൽ ഒരു പിണറായി വിജയന്റെ ഏജന്റാണ്. മാസപ്പടി കേസ് മുക്കാൻ സതീശൻ നടത്തിയ പരിശ്രമം നമ്മൾ കണ്ടതാണ്. പിന്നെ ആളുകളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സതീശൻ നിയമസഭയിൽ മാസപ്പടി കേസ് വരാതിരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ കർണാടകയിലെ കേസിന് പിന്നിൽ എനിക്ക് സംശയമുണ്ട് സതീശനാണോ. ഭക്ഷ്യമന്ത്രിക്ക് വല്ല വിവരമുണ്ടോ? 4 രൂപയ്ക്ക് കൊടുക്കുന്ന അരിക്ക് 29 രൂപയും സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്രമാണ്, അല്ലാതെ ഇയാൾ കൊടുക്കുന്നതല്ല. 4 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന അരിയുണ്ടല്ലോ, 29 രൂപ അതിന്റെ സബ്സിഡി സെൻട്രൽ ഗവൺമെന്റാണ് കൊടുക്കുന്നത്. എന്നിട്ട് പിണറായി വിജയന്റെ ചാക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ വിതരണം ചെയ്യണം. ഏത്? അല്ല, ഞാൻ ആ 4 രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. സാറേ, റേഷൻ കടയിൽ കിട്ടുന്നത് 29 രൂപ സബ്സിഡി മോദി കൊടുത്തിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല. 29 രൂപ സർക്കാർ കൊടുക്കുന്നത്, കേരള കൊടുക്കുന്നതല്ല. പൊതു മാർക്കറ്റിൽ 45 രൂപയ്ക്ക് കിട്ടുന്ന അരി ആരെങ്കിലും 20, ഇത് സർക്കാരിന്റെ അരിയൊന്നുമല്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ പിന്നെ
കേരള ഗവൺമെന്റ് 45 രൂപയും 50 രൂപ 1 കിലോ അരി ആയപ്പോ എന്ത് ചെയ്തു? അരി വിപണിയിൽ ഇടപെടാൻ കേരള ഗവൺമെന്റ് ഭക്ഷ്യമന്ത്രി ആന്ധ്രയിലെ അരി ലോബിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അതിന് കമ്മീഷൻ അടിക്കുകയാണ്. നിങ്ങളല്ലേ അന്വേഷിച്ചോളൂ. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. അതിന് അന്ധമായ രാഷ്ട്രീയം പറ്റില്ല. സലാമേ. അരി തൃശ്ശൂരിൽ നിന്ന് എല്ലായിടത്തും കൊടുക്കും. നിങ്ങൾ എന്ത് ഈ പറഞ്ഞത്? തൃശ്ശൂരുകാർക്ക് മാത്രമേ വിശപ്പുള്ളൂ, എല്ലാവർക്കും കിട്ടുന്നു. ആലപ്പുഴക്കാരെ സമ്മതിക്കില്ലെന്നല്ല നിങ്ങളെ ഭക്ഷ്യമന്ത്രി പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്, എന്ത് തടസ്സപ്പെടുത്തുന്നത്? ആരെങ്കിലും കൊണ്ടുവന്ന് വിറ്റോട്ടെന്ന്. ആ അതെ, സപ്ലൈകോയ്ക്ക് ഒന്ന് സപ്ലൈ നോ ആണ് ഇവിടെ. ഒന്നും സപ്ലൈ ഇല്ല ഇവിടെ. പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല, അരിയില്ല, ഒന്നുമില്ല. 13-14 ഐറ്റം ഞങ്ങൾ കൊടുക്കുന്നു. ഒറ്റൊരു ഐറ്റം ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോയി നോക്കി, ഒറ്റൊരു ഐറ്റം ഇല്ല. അതിന് നിങ്ങൾക്കില്ല. അപ്പോഴേക്ക് നിങ്ങൾ സദാചാരം ഉണ്ടായെന്നാണ് ചോദിക്കുന്നത്. ഒരു കൊടയായിട്ട് അവിടെ ചെല്ലണം. ഈ 14 ഐറ്റം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അതിൽ എന്തെല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കണം. ചൂല് അല്ല, ആവശ്യം വരട്ടെ, നമുക്ക് നോക്കാം. ഈ അരി എവിടെ വരെ എത്തും നമുക്ക് നോക്കാം. നിങ്ങളിപ്പത് ഞാനെന്തോ അരി വിതരണം ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്റെ പോയിന്റ് അതല്ല. 48 രൂപയ്ക്ക് കിട്ടുന്ന അരി 29 രൂപയ്ക്ക് നല്ല അരി ആരെങ്കിലും കൊടുത്താൽ അത് നല്ല അരി അല്ലെന്നും അത് രാഷ്ട്രീയ അരിയാണെന്നും കെ അരി വരുമെന്ന് എന്തിനാണ് പറയുന്നുള്ള മറുചോദ്യമാണ് ഞാൻ ചോദിച്ചത്. വേറെ താങ്ക് യു.